ഇന്ന് കേരളപ്പിറവിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു മധുരത്തിൻ്റെ റെസിപ്പി എടുക്കാമെന്ന്. പക്ഷേ മധുരമൊക്കെ നമ്മളെല്ലാവരും കഴിച്ച് മടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. ഇത് റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ വലിയ പാടൊന്നും ഇല്ലാണ്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റും. കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് കുറച്ചധികം നാൾ വരെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഹലോവിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റി. കാരണം അതിനകത്ത് ഞാൻ മ്യൂസിക്കും കൂടിയിട്ട് ആ വീഡിയോയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഞാൻ അതിനകത്ത് ഹലോവിൻ എന്താണെന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തോ ഒരു എറർ വന്നു. അപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ എടുത്ത് മാറ്റി. പിന്നെ രണ്ടാമതും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വോയിസിൻ്റെ അത് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വോയിസിൻ്റെ അത് ഞാൻ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് വീഡിയോ രണ്ടാമതും യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് അയ്യോ മ്യൂസിക്കിൻ്റെ സൗണ്ട് ഭയങ്കര കൂടി നിൽക്കുകയാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ എടുത്ത് മാറ്റി. പിന്നെ രണ്ടാമതും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ എടുത്ത് മാറ്റണേന്ന് വെച്ചിട്ടാണ് ആ വീഡിയോ അങ്ങനെ തന്നെ ഇട്ടത്. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കറിയായിരുന്നു ഹലോവിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഹലോവിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ അവസാനത്തെ ദിവസമാണ് ഇവിടെ ഹലോവിൻ സെലിബ്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നവംബർ 1-ാം തീയതി സാധാരണ ക്രിസ്ത്യൻസൊക്കെയും മരിച്ചവരുടെ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ മരിച്ചവരുടെ ദിവസത്തിൻ്റെ തലേ ദിവസം ഇവിടെ ഹലോവിൻ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഇവിടെ പിശാചികളുടെ ഒരു ദിവസം പോലെയാണ് ഈ ഹലോവിൻ സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷേ പിശാചികളുടെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പിശാചിൻ്റെതായ പരിപാടികളൊന്നുമില്ല. ഇതൊരു ഫണ്ണൊക്കെ ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാ വീടുകളിലും ഇങ്ങനെ പോകും. അടുത്തുള്ള വീടുകളിലേക്ക് പോകും. പക്ഷെ എല്ലാ വീടുകളിലും എല്ലാവരും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ മിക്കവരും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. അതിനകത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചിലവർ മത്തങ്ങയൊക്കെ ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പേടിപ്പിക്കുന്ന പോലത്തെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വീടിൻ്റെ മുമ്പിലേക്ക് തൂക്കിയിടും. അതൊക്കെ ഒരു ഫണ്ണ് പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ. അന്നത്തെ ദിവസം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ ഒരുപാട് മിഠായിയൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഹലോവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാണ്ടായാൽ അത് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇനി നോക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. ഞാനിവിടെ 250 ml കപ്പിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. ഈ കറുകപ്പട്ടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. കാരണം ചില കറുകപ്പട്ടയ്ക്ക് ചിലപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറുകപ്പട്ട നോക്കിയിട്ട് എടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വേണം, ഉണക്കമുളകും വേണം. ഉണക്കമുളക് ഞാനിവിടെ ഒരു 12 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം തക്കാളിയുടെ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തേങ്ങ അരച്ചിട്ട് ഇതേപോലെ മുളക് ചേർത്തിട്ട് വെക്കുന്ന കറിയായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് 14 ഉണക്കമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര എരിവായിരിക്കുമല്ലോ, അപ്പോൾ വീട്ടിലുള്ളവർ ഇത്രയ്ക്ക് എരിവ് കഴിക്കുമെന്ന്. പക്ഷേ ഈ മുളകിന് തീരെ എരിവില്ല. ഇതിപ്പോൾ 12 മുളക് ഇട്ടാലും അങ്ങനെ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. സാധാരണ ഞങ്ങളങ്ങനെ നല്ല അത്രയ്ക്ക് എരിവില്ല അങ്ങനെ കഴിക്കാറില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേ വലിയ ഉണ്ടമുളക് ഉണ്ടാക്കിയിട്ട് അതും ഇപ്പോഴും എടുത്തിട്ടില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ചില ഉണക്കമുളകിനൊക്കെ ചിലപ്പോൾ നല്ല എരിവുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 12 ഉണക്കമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. വെളുത്തുള്ളി എടുക്കണം, ഇഞ്ചി എടുക്കണം, പച്ചമുളകും കറുകപ്പട്ടയും കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകും ചെറിയ ജീരകവും. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും വേണം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം, 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം, പിന്നെ 1 ടീസ്പൂൺ വിനീഗറും ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് അരച്ചിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം.
കറുകപ്പട്ട ചേർക്കുക, വെളുത്തുള്ളി ചേർക്കുക. നമ്മുടെ നാടൻ ചെറിയ ടൈപ്പ് വെളുത്തുള്ളിയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ ഒരു 8 വെളുത്തുള്ളി ചേർക്കുക. നമ്മുടെ നാടൻ വെളുത്തുള്ളിക്കൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ വെളുത്തുള്ളിക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ആ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ലല്ലോ. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർക്കുക, 2 പച്ചമുളക് ചേർക്കുക, ഈ കറിവേപ്പില ചേർക്കുക. കറിവേപ്പില എന്നാലും കുറച്ച് കൂടുതൽ ചേർക്കുക. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചിട്ട് എടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടിയിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണത്. അപ്പോൾ നിങ്ങളിപ്പോൾ കറക്റ്റ് അളവിലാണ് മൈദപ്പൊടി എടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഞ്ചസാരയുടെ തരി നല്ല വലിയ തരിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പഞ്ചസാര ഇതേപോലെ നല്ല പൊടിയായിട്ടുള്ള പഞ്ചസാരയാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് പൗഡർ അല്ല ചേർക്കുന്നത്, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം ആ മസാല ഉണ്ടല്ലോ, ആ മസാല ചേർക്കണം. പിന്നെ ബട്ടർ ചേർക്കണം, വിനീഗറും ചേർക്കണം. ഇതെല്ലാം ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആവണം. ഇതിലേക്ക് മസാല ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. അപ്പോൾ ഇവിടെ ബട്ടർ നല്ല കട്ട പോലെയാണല്ലോ ഇരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇതിന് മുമ്പും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇരുമ്പിൻ്റെ പാനാട്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം വെള്ളം ചേർത്താൽ മതി. ഞാനിവിടെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ കറക്റ്റ് എത്രയ്ക്ക് വെള്ളം എടുക്കണമെന്നില്ല. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ടെടുക്കണ പോലെ കുഴച്ചിട്ട് എടുക്കണം. വെള്ളം കൂടി പോകരുത്. അതിന് ഒറ്റയടിക്ക് അങ്ങോട്ട് വെള്ളം ഒരുമിച്ച് ചേർക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് കറക്റ്റ് മൈദപ്പൊടി എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ടേബിൾ സ്പൂൺ വെള്ളം കറക്റ്റായിട്ട് വരും. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തണം. ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്കും കനം കുറച്ചിട്ട് പരത്തണം. കനം കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് വരില്ല, ഉള്ളിൽ സോഫ്റ്റായിട്ടിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയത് എല്ലാവരും വേസ്റ്റായി പോകും. അപ്പോൾ എന്തോരം കനം കുറയ്ക്കാമോ അത്രയ്ക്കും കനം കുറച്ചിട്ട് പരത്തണം. പിന്നെ ഇത് പരത്തുന്ന സമയത്ത് ഇപ്പോൾ അടിയിലെങ്ങാനും പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പക്ഷെ ഞാനിതിവിടെ ഡയമണ്ടിൻ്റെ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനിതിവിടെ പരത്താൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാനിത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് വന്നില്ല. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് എന്തോരം കനം കുറയ്ക്കാമോ അത്രയ്ക്ക് നല്ല പേപ്പർ പോലെ കനം കുറയ്ക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇത് ഞാനിവിടെ ഡയമണ്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്.
അപ്പോൾ ഇത് വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണറൊക്കെ ആണെങ്കിൽ മീഡിയത്തിനേക്കാളും കുറച്ചൊന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇട്ട വഴിക്ക് അങ്ങോട്ട് കളർ മാറും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും മൊരിഞ്ഞ് കിട്ടില്ല. ഞാനിവിടെ കുറച്ച് വലിയ ബർണറായതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കാൻ വേണം. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വറുത്ത് എടുക്കണ്ടേ നമുക്ക്. പെട്ടെന്ന് അങ്ങോട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ടെങ്കിൽ പുറത്ത് മാത്രമായിട്ട് മൊരിയുള്ളൂ, ഉള്ളിൽ നമുക്ക് അങ്ങോട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പം ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. രണ്ട് സൈഡും ഒന്ന് പതുക്കെ ഒന്ന് രണ്ട് സൈഡാണ് മൊരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് മൊരിച്ചിട്ടെടുക്കുക. കാരണം നന്നായിട്ട് മൊരിയണം, അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്നോ രണ്ടെണ്ണം ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ എരിവുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇത് പരത്തിയിട്ട് എടുക്കുമ്പോൾ എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്കും കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് മാത്രമേ ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ അങ്ങനെ ഉള്ളിൽ അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരുന്നാലും ചിലപ്പോൾ അത് പെട്ടെന്ന് കേടുവരികയും ചെയ്യും. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കുക. പിന്നെ ഇത് നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത വഴിക്ക് തന്നെ ഇത് അത്രയ്ക്കാണ്ട് ക്രിസ്പി ആയിട്ടിരിക്കില്ല. പിന്നെ ഒന്ന് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോഴായിരിക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരാം. ഇത് നന്നായിട്ടൊന്ന് ഇരുന്നിട്ടൊന്ന് ചൂടാറണം, അപ്പോഴായിരിക്കും കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നോക്കിയത്, ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും നല്ല മൊരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇത് മത്തങ്ങേനെ ഇതേപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ 2 മത്തങ്ങ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മക്കളും ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരാളുടെ കേട്ടോ. പക്ഷെ അവർ പുറത്തേക്ക് എടുത്ത് വെച്ചില്ല. പുറത്തേക്ക് എടുത്ത് വെച്ചാൽ അണ്ണാൻ എന്തെങ്കിലും വന്ന് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചില്ല. പക്ഷേ ഇന്നലെ ഹലോവിൻ്റെ ഒന്ന് എടുത്ത് വെക്കാനും മറന്നുപോയി. പെട്ടെന്ന് ട്രിക്ക് ഓർ ട്രീറ്റിന് പോകണ തിരക്കിന് അങ്ങോട്ട് പോയി. ഇത് മറ്റേ ആളുടെ ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്തേക്കുന്നത് അവർ. പിന്നെ കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് കുറച്ച് നാളിങ്ങനെ കേടുവരാണ്ടിരിക്കും. പിന്നെ ഞാൻ ഹലോവിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളതിനകത്തുണ്ടോയെന്ന്. എൻ്റെ ഒരു മോളതിനകത്തുണ്ട്. അവളാണ് ഒരു ബെൽറ്റായിട്ടുള്ളൊരു പാൻറ് ഇട്ടേക്കുന്നത്, ഒരു വൈറ്റ് പിന്നെ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പായിട്ട് ഒരു ബനിയൻ ഇട്ടേക്കുന്നത്, പോണി ടൈറ്റിൽ മുടി കെട്ടിയേക്കുന്നത്. പക്ഷെ ആദ്യം ചെറുതൊക്കെ ആയിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ നല്ല രസമുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ച് അവർ ഇടാറുണ്ട്. പക്ഷെ ഇപ്പോൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടേതായ സ്റ്റൈലിലുള്ള ഡ്രസ്സുകളൊക്കെ ഇടാം. പക്ഷെ ഇത് ഒരു താഴത്തെ നിലയിൽ ഇരുന്നിട്ടാണ് ഇത് ഒരു പെയിൻ്റൊക്കെ ചെയ്തത്. പക്ഷെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഭയങ്കര സർപ്രൈസായിട്ട് വിളിച്ചിട്ട് കാണിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ ഏതാ ഇഷ്ടമായിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ തലയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 പേർക്കും രസമായിട്ടുണ്ടായിരുന്നു.